സനിസ തുടരുകയാണ്. സനിസ, ഈ ചിത്രങ്ങൾ അത് ഷെഡ്യൂൾ ചെയ്ത ദിവസത്തിൽ തന്നെ പ്രദർശിപ്പിക്കും എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അതെന്നാണ് സിനിമകളുടെ പ്രദർശനം നടക്കുന്നത്? അതായത് അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ, ഈ ചിത്രങ്ങളൊക്കെ എന്നായിരിക്കും ഇനി പ്രദർശിപ്പിക്കുക? അജയ്, അത് ചില ചിത്രങ്ങളുടെ പ്രദർശന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫലസ്തീൻ 36 അടക്കമുള്ള ചിത്രങ്ങൾ ഇനി നാളെ പ്രദർശിപ്പിക്കാനുണ്ട്. നാളെ ഈ പ്രദർശനാനുമതി നിഷേധിച്ച 19 ചിത്രങ്ങളിൽ 5 ചിത്രങ്ങൾ നാളെ പ്രദർശിപ്പിക്കാനുണ്ടായിരുന്നു. അത് ഇനി കൃത്യസമയത്ത് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് അത് കൃത്യസമയത്ത് അത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് പ്രദർശന അനുമതി നിഷേധിച്ച ചിത്രങ്ങൾ ഉച്ചവരെ 2 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾ റീഷെഡ്യൂൾ ചെയ്ത് ഈ ചലച്ചിത്രമേളയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ പ്രദർശനം മുടങ്ങിയ എല്ലാ ചിത്രങ്ങളും റീഷെഡ്യൂൾ ചെയ്ത് പ്രദർശിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ പല തരത്തിലും ഈ 19 സിനിമകൾ ഇത്തരത്തിൽ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധമുയർന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെത്തിയത്. അവസാന ഘട്ടത്തിൽ സാംസ്കാരിക മേഖലയിലുള്ളവരും ചലച്ചിത്ര അക്കാദമിയിലുള്ളവരും ഒക്കെ പ്രതികരിക്കുന്നതിന്റെ കൂട്ടത്തിൽ സർക്കാരിൽ നിന്ന് ഇത്തരം ഒരു നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. കാരണം കേന്ദ്രം ഇത്തരം ഒരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഫലസ്തീൻ 36 എന്ന ഉദ്ഘാടന ചിത്രത്തിന് ശേഷം 19 സിനിമകൾ കേന്ദ്രത്തിന് വിരുദ്ധമായിട്ടുള്ള ഫലസ്തീന്റെ അടക്കം പശ്ചാത്തലം പറയുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന ചിത്രങ്ങൾ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചതിനെ തുടർന്ന് പലതരത്തിലും ഈ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് കേന്ദ്രവുമായിട്ട് ആശയവിനിമയത്തിന് ശ്രമിച്ചിരുന്നു. ഇന്ന് അതിന്റെ ഭാഗമായി 4 ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചു. എന്നാൽ ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ പോലെയുള്ള റഷ്യൻ വിപ്ലവത്തിന്റെ കഥ പറയുന്ന സിനിമകൾ, അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ഈ മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുന്ന സിസോക്കോയുടെ ചിത്രങ്ങൾ അടക്കം പ്രദർശിപ്പിക്കാൻ അനുമതിയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത് ലോക സിനിമ ആസ്വാദകരുടെ മുന്നിൽ തന്നെ ചലച്ചിത്ര മേളയെ, നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതിന്റെ തുല്യമാണ്. ഇത്തരം ചിത്രങ്ങൾ ഇവിടെ റദ്ദു ചെയ്യുന്നു എന്ന ഒരു കാര്യം തന്നെ. ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജി സർക്കാരും സമാനമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നു. അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേരള സർക്കാരും അത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മേലെ ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം തീരുമാനങ്ങൾ ഒന്നും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ കേരളം ഇത്തരം ഒരു നിലപാടിലെത്തിയിരിക്കുന്നത്. അജി.